നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബെറ്റർ ഹാപ്പിയർ പേഴ്സൺ ആവാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ തന്നെ വിചാരിക്കേണ്ടത് നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും നമ്മൾ ഏറ്റെടുക്കുക. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ ആക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ കൊണ്ടുണ്ടാവുന്നതാണ്. അങ്ങനെ അല്ലാതെയും ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മളുടെ റിയാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളിലെയും ബെറ്റർ ഒരു സിറ്റുവേഷനെ നമുക്ക് ബെറ്റർ ആക്കിയെടുക്കാനും നമ്മൾക്ക് സ്വയം ഹാപ്പിയർ ആക്കാനും പറ്റും. പണ്ടൊക്കെ സ്ത്രീകളെ അബലകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പുരുഷന്മാരാണ് സ്ട്രോങ്, സ്ത്രീകൾ ആണുങ്ങളുടെ കീഴെ നിൽക്കേണ്ടവരാണ്. ഇന്ന് അതൊക്കെ മാറി സ്ത്രീകളും ഈക്വലി പുരുഷന്മാരുടെ ഒപ്പം തന്നെ നിൽക്കാനും അല്ലെങ്കിൽ അവരെക്കാൾ എക്സൽ ചെയ്യാനും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. എങ്കിൽ കൂടിയും അങ്ങനെ അല്ലാതെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ മേൽക്കോയ്മ ആണുങ്ങൾക്കാണ് എന്ന് ഇപ്പം നമ്മളൊരു മസിൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ശരിയാണ്, ആണുങ്ങൾക്കാണ് കൂടുതൽ പവർ വരുന്നത്. പക്ഷേ നമുക്ക് സ്ത്രീകൾക്ക് ടോളറൻസും മെൻ്റൽ സ്ട്രെങ്ത്തും എല്ലാം നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളും പവർഫുള്ളാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശാരീരിക ബലമല്ല, നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയാണ് നമ്മളുടെ പവർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഒരിക്കലും ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെയാണോ ഉള്ളത്, നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ നമ്മൾ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതുപോലെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കരുത്. നമ്മൾക്ക് എന്താണോ നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നല്ല കോൺഫിഡൻസോടു കൂടി സംസാരിക്കുക. അതുപോലെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുക. എന്താണോ നമുക്ക് വേണ്ടത് അത് ഉള്ളിലൊതുക്കാതെ എവിടെയും ഏറ്റവും ഫസ്റ്റ് ചാൻസിൽ തന്നെ നമ്മൾ തുറന്ന് സംസാരിച്ച് നമുക്ക് എന്താണോ വേണ്ടത്, ഈവൺ ഒരു കുട്ടിയാവുമ്പോൾ തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രീ ടീൻ ആകുമ്പോൾ തന്നെ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയുകയും മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളുടെ സ്കൂളിലെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ആരോടാണെങ്കിലും നമ്മളുടെ ഒപ്പീനിയൻ തുറന്നു പറയാനൊരു മടി ഉണ്ടാവരുത്. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യം പുറത്തേക്ക് പറയാതിരിക്കുമ്പോഴാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതും ഹാപ്പി ആവാൻ പറ്റാത്തതും. നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമ്പോൾ തീർച്ചയായും നമുക്ക് കൂടുതൽ ഹാപ്പി ആവാൻ പറ്റും. സമയമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ലേണിംഗ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. എന്ത് തന്നെയാണെങ്കിലും, കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് സംഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹോം മേക്കിംഗ് ആണെങ്കിലും എന്തോരം കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പഠിക്കാനും വേണ്ടി. അപ്പം പഠിത്തം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ പല ലക്ഷ്യങ്ങളുണ്ടാവുക. ചുമ്മാ അങ്ങ് ജീവിച്ചു പോവാതെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഹോബീസ് ഉണ്ടാവുക, അതിനും സമയം കണ്ടെത്തുക. ഇത് 3ഉം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഇതിലും ഹാപ്പിയർ ആവാൻ വേറൊരു വഴി നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റാണ് അല്ലേ? അപ്പം നമുക്ക് ഈ സമയത്തിനെ നന്നായി മാനേജ് ചെയ്താൽ മാത്രമേ ഈ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സ്ത്രീകളുടെ മറ്റൊരു കഴിവാണ് മൾട്ടി ടാസ്കിങ്. പലപ്പോഴും ഓരോ കാര്യത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടും എന്ന് പറയുമെങ്കിൽ കൂടിയും പല കാര്യങ്ങളിലും നമുക്കത് ഒരുമിച്ച് ചെയ്ത് സക്സസ്ഫുള്ളി ടൈം മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ വർക്കും ലൈഫും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോളിഡേയ്സിലും മറ്റും ലെഷറിനുള്ള ഒരു സമയം കിട്ടും. അതുപോലെ കുറേയും കൂടി നമ്മൾ നേച്ചറിനായിട്ട് ഇടപെട്ട് ജീവിക്കാൻ വേണ്ടി നോക്കുക. നമ്മളുടെ എൻജോയ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലും മൊബൈൽ സ്ക്രോളിങ്ങിലും മാത്രമല്ലാതെ പുറത്ത് വാക്കിങ്ങിന് പോകുന്നതും അതും എല്ലാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ കൂടുതൽ ഹാപ്പിയർ ആക്കാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ചെറിയൊരു ഇൻകം ആണെങ്കിലും അത് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളുടെ ഒരു
സെൽഫ് എസ്റ്റീമും സ്വയം നമുക്ക് നല്ലൊരു അഭിമാനമൊക്കെ തോന്നും. നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല, എന്നാലും മോസ്റ്റ്ലി അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലേ. ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം ചെറിയ ചെറിയ ജോലികളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മളൊരു റോൾ മോഡലാക്കാൻ അത് പഠിക്കാനും ഏൺ ചെയ്യാനും ഉള്ളൊരു പ്രചോദനം നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്കുണ്ടാവുന്നു. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതോടുകൂടി നമ്മൾ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും ഒരു റോൾ മോഡലാവാൻ വേണ്ടി നമുക്ക് പറ്റുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സന്തോഷം നിറക്കുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈവൻ നമ്മളുടെ ഒരു പുഞ്ചിരി കൊണ്ടാണെങ്കിലും നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു നല്ല അട്രാക്റ്റീവ് പേഴ്സൺ ആവാനുള്ള വൺ ഓഫ് ദ പോയിൻറ്റ്സ് ആണ് സ്മൈൽ ചെയ്യുക എന്നുള്ളത്. അപ്പം കുറച്ച് ജാടയിട്ട് നിൽക്കാതെ ഒന്ന് എല്ലാവരോടും പുഞ്ചിരിച്ച് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ആളായിട്ട് നിൽക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യുക. പിന്നെ എന്താ പറയുക, സ്വന്തമായിട്ട് സെൽഫ് കമ്പാഷൻ, നമ്മളോട് ഒരു കൈൻഡായിട്ടിരിക്കുക. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഫൊർഗിവ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഓരോരോ പോയിൻറ്റ്സായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളതിലും ഒരു ബെറ്റർ പേഴ്സണായിട്ട് മാറാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഒരു ഡിജിറ്റൽ വേൾഡാണ് അല്ലേ. അപ്പോൾ എല്ലാം ഒരു പഴയ രീതിയിൽ ചെയ്യാതെ കൂടുതൽ നമ്മുടെ ലൈഫ് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് കൂടുതൽ ഈസിയർ ആവും. അതിലൊരു എല്ലാം പഴയ രീതിയിൽ തന്നെ ചെയ്യണം അങ്ങനെയുള്ള കടുംപിടുത്തങ്ങളൊന്നും പിടിക്കാതെ എങ്ങനെ നമ്മുടെ ലൈഫ് കൂടുതൽ ഈസി ആൻഡ് എഫിഷ്യൻ്റ് ആക്കാം, അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടും. വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം വരിക. അപ്പോൾ നമുക്ക് സ്വയം ഒരു പ്രൗഡാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഹാപ്പിയർ ആവുന്നു. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞു വന്നാൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതെന്തായാലും കുറച്ചൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കമൻസ് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോലെ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. അതുവരേക്കും ബൈ.